ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. ശുക്രൻ ഓഗസ്റ്റ് മാസം 25 ചിങ്ങം രാശിയിൽ നിന്നും കന്നി രാശിയിലേക്ക് രാശി മാറുന്ന സമയമാണ്. ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം 12 രാശികളിൽപ്പെട്ട ഒരു 7 രാശിക്കാരെ സംബന്ധിച്ച് വളരെ ഗുണഫലമായിട്ടുള്ള, ജീവിതത്തിൽ ഒരു ഉയർച്ച നൽകുന്ന തരത്തിലുള്ള നല്ല ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹമാണ്. ശുക്രൻ ലൗകിക ജീവിതത്തിൽ, നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ, ഈ ലൗകിക ജീവിതത്തിൽ നമുക്ക് വേണ്ട എല്ലാ നന്മകളും ഗുണഫലങ്ങളും നൽകുന്ന ഒരു ഗ്രഹവുമാണ്. ശുക്രൻ എപ്പോഴൊക്കെയാണോ നല്ല ഭാവങ്ങളിൽ രാശിയിൽ സഞ്ചരിക്കുന്ന സമയം, ആ സമയത്തിൽ, ആ കാലത്തിൽ, ആ രാശികളിൽ വരുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ജീവിതത്തിലൊരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ അനുഭവത്തിൽ ലഭിക്കണമെങ്കിൽ അതിനൊരുപാട് കാലത്തിൻ്റെയോ സമയത്തിൻ്റെയോ ആവശ്യമില്ല. ഒരു നിമിഷം മതിയാകും ഒരു നന്മ ജീവിതത്തിൽ സംഭവിക്കുവാൻ. ഓഗസ്റ്റ് 25 ശുക്രൻ രാശി മാറുന്നത് കന്നി രാശിയിലേക്കാണ്. ശുക്രൻ്റെ കന്നി രാശിയിലേക്കുള്ള ഈ ഒരു രാശിമാറ്റം വളരെ നല്ല ഗുണഫലങ്ങളാണ് ഒരു 7 രാശിക്കാർക്ക് നൽകുന്നത്. പ്രത്യേകിച്ചും കന്നി എന്ന് പറയുന്നത് ബുധൻ്റെ രാശിയാണ്. കന്നി രാശിയിൽ ജനിച്ചവർക്ക് രാശിയുടെ അധിപൻ ബുധൻ, കന്നി ലഗ്നത്തിൽ ജനിച്ചവർക്ക് ലഗ്നാധിപനും ബുധൻ. അങ്ങനെ നോക്കുമ്പോൾ വളരെ ഏറ്റവും ശുഭകരമായിട്ടുള്ളൊരു രാശിമാറ്റമാണ്. അത് ശുക്രൻ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന രീതിയിൽ കാണുന്ന ഗ്രഹമാണ് ബുധൻ. ആ ബുധൻ്റെ രാശിയിലേക്ക് ശുക്രൻ രാശി മാറുന്നത് പലതരത്തിലുള്ള നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. ഇത് ശുക്രൻ എന്ന് പറഞ്ഞ ഗ്രഹത്തിൻ്റെ മാത്രം രാശിമാറ്റത്തിൻ്റെ ഫലമാണ് പറയുന്നത്. ഇവിടെ പറയുന്ന രാശികളിൽ ജനിച്ച നക്ഷത്രങ്ങളിൽ ഉള്ള വ്യക്തികളെ സംബന്ധിച്ച് ഓരോരുത്തർക്കും ഓരോ ജനന ജാതകമെന്നുണ്ട്. നിങ്ങളുടെ ജാതകപ്രകാരം ഇപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പല വ്യത്യസ്ത ദശാകാലങ്ങളായിരിക്കും നടക്കുന്നത്. ചിലർക്ക് ശുഭഗ്രഹത്തിൻ്റെ ദശ, ചിലർക്ക് പാപഗ്രഹത്തിൻ്റെ ദശ, അങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുന്നത്. അതും അവരുടെ ജാതകത്തിൽ ലഗ്നത്തിനെ അടിസ്ഥാനമാക്കി. അപ്പോൾ സ്വന്തം ജനന ജാതകത്തിൽ നടക്കുന്ന ദശാകാലങ്ങൾ കൂടെ പരിഗണിച്ചിട്ടായിരിക്കും ഇവിടെ പറയുന്ന ശുഭഫലങ്ങൾ എത്രമേൽ ലഭിക്കുന്നു, ആ ഗുണഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിൽ വരുന്നത്. പലരും യൂട്യൂബിലും മറ്റും കാണുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, നമ്മുടെ സ്വന്തം ജനന ജാതകത്തിനും അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ ആധികാരികമായിട്ട് അറിയണമെങ്കിൽ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ശുക്രൻ്റെ രാശിമാറ്റം ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന രാശിക്കാരിൽ ആദ്യമായിട്ട് ആ ഒരു ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന രാശിക്കാരാണ് ഇടവം രാശിക്കാർ. ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് കന്നി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 5ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനമായിട്ടാണ് വരുന്നത്. ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ഇടവം രാശിക്കാർക്ക് അത്രമേൽ ശുഭത്വം നൽകുന്ന ഗ്രഹമാണ്. ആ ഗ്രഹം പൂർവ്വപുണ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. ഈശ്വരാനുഗ്രഹം തന്നെയാണ് ഭാഗ്യമെന്ന് പറയുന്നതും. ആ ഒരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യമൊക്കെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ ലഭിക്കുന്ന സമയമാണ്. പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. മനസ്സിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന സമയം. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര വലിയ കടബാധ്യതകളിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും അതിനൊക്കെ ഒരു നല്ല മാറ്റം ലഭിക്കുന്ന സമയമാണ്. കടബാധ്യതകൾ പരിഹരിക്കത്തക്ക തരത്തിലുള്ള ഒരു ധനവരവ്, ഒരു സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കും ശുക്രൻ്റെ ഈ ഒരു രാശിമാറ്റം കൊണ്ട് നിങ്ങൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച്. അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അലട്ടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ടുമാറി ശരീരത്തിനൊരു പൂർണ്ണ ആരോഗ്യം, സുഖം ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ അവരവരുടെ കുടുംബ ബന്ധങ്ങളിൽ ഒക്കെ നിങ്ങൾ നേരിട്ടിരുന്ന അനാവശ്യമായ ശത്രുതകൾ, എതിർപ്പുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറുന്ന സമയമാണ്. ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ മോശപ്പെട്ട കാര്യങ്ങളെയും മാറ്റി ഒരുപാട് ഈശ്വരാനുഗ്രഹങ്ങൾ, നന്മകൾ നൽകുന്ന തരത്തിലായിരിക്കും അനുഭവത്തിൽ വരുന്നത്. പൂർവിക വഴിയിൽ ലഭിക്കേണ്ട എന്തെങ്കിലും ഭൂമി, സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയം. പൂർവികപരമായിട്ടുള്ള സ്വത്ത് വകകളിൽ
എന്തെങ്കിലും കേസ് മറ്റു പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതിനൊക്കെ മാറ്റം വരുന്ന സമയം. അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇടവം രാശിക്കാരായ ദമ്പതികളെ സംബന്ധിച്ച് സന്താന ഭാഗ്യം ലഭിക്കുന്ന ഏറ്റവും ഈശ്വരാനുഗ്രഹമുള്ള ഒരു സമയവും കൂടിയാണ്. അവരവരുടെ സന്താനങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല നന്മകളും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം. അവരവരുടെ കുടുംബത്തിൽ തന്നെ മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ, വിവാഹം പോലെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ, ഗൃഹപ്രവേശം പോലെയുള്ള സന്താന ഭാഗ്യം പോലെയുള്ള ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന ഒരു നല്ല സമയമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. ഇടവം രാശിയിൽ ജനിച്ച ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശുക്രൻ. ഇടവ ലഗ്നത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് ലഗ്നാധിപനും. അങ്ങനെയുള്ള ശുക്രൻ നിങ്ങൾക്ക് പൂർണ്ണ ശുഭനാണ്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹവും ജീവിതത്തിലെ എല്ലാ മോശപ്പെട്ട കാര്യങ്ങളും ദോഷാനുഭവങ്ങളും വിട്ടുമാറി ഒരുപാട് സൗഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും അപ്രതീക്ഷിതമായ സമ്പൽ സമൃദ്ധിയും ധനവരവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. ബുധൻ്റെ രാശിയായ കന്നിയിലേക്കുള്ള ശുക്രൻ്റെ ഈ രാശി മാറ്റം ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് ഒരുപാട് നന്മകളാണ് നൽകുന്നത്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു ശുക്രരാശി മാറ്റം ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനരാശിക്കാരായ മകയിരം, പുണർദം, തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് ഏറ്റവും അധികം ഗുണഫലങ്ങൾ നൽകുന്ന തരത്തിലാണ് അനുഭവത്തിൽ വരുന്നത്. ശുക്രൻ നിങ്ങൾക്ക് 4-ാം ഭാവമായ സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയം. മിഥുന രാശിക്കാരെ സംബന്ധിച്ച് മിഥുന രാശിയുടെ അധിപൻ ബുധനാണ്. മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്ക് ലഗ്നാധിപനും ബുധനാണ്. അങ്ങനെയുള്ള ബുധൻ്റെ മറ്റൊരു രാശിയാണ് കന്നി എന്ന് പറയുന്നത്. ആ കന്നി രാശിയിലേക്കാണ് ശുക്രൻ രാശി മാറി വരുന്നത്. നിങ്ങൾ മിഥുന രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഒരുപാട് സൗഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ് ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. മിഥുന രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നൽകുന്ന പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയും അവരവരുടെ ജീവിതത്തിൽ ശുഭചിലവുകൾ, നന്മകൾ നൽകുന്ന ഒരു ഗ്രഹവുമാണ്. അങ്ങനെയുള്ള ഗ്രഹം 4-ാം ഭാവമായ സുഖസ്ഥാനത്ത് ബുധൻ്റെ തന്നെ മറ്റൊരു രാശിയായ കന്നി രാശിയിൽ സഞ്ചരിക്കുന്ന സമയം മിഥുന രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം, ഭാഗ്യം ഒരുപോലെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങൾ പരമാവധി ഓരോ വ്യക്തികളും പ്രയോജനപ്പെടുത്തുക. മിഥുന രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശുഭചിലവുകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ശുഭചിലവുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലങ്ങളായി ഒരു ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കണമെന്ന് ഒരു ആഗ്രഹമുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഭൂമിയോഗം, ഗൃഹയോഗം വന്നു ചേരുന്ന സമയം, വണ്ടി വാഹന യോഗങ്ങൾ വന്നു ചേരുന്ന സമയവുമാണ്. അതുപോലെ വിദേശ യാത്രകളിൽ കൂടെ നേട്ടമുണ്ടാകുന്ന സമയം, വിദേശത്തൊരു ജോലി, അതുപോലെ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്ക് അതിലുണ്ടായിരുന്ന വിസാ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളോ മറ്റു കാര്യങ്ങളുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളോ ഒക്കെ വിട്ടുമാറി വിദേശ യാത്ര, വിദേശവാസം ഒക്കെ അനുഭവത്തിൽ വരുന്ന സമയം. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര നടത്താനുള്ള ഏറ്റവും സുവർണമായ അവസരമാണ്. അതും തീർത്ഥാടന സ്ഥലങ്ങൾ, പുണ്യ സ്ഥലങ്ങൾ, പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിക്കുന്ന സമയവും കൂടിയാണ് ഇത്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സുഖാനുഭവങ്ങൾക്കൊരൽപ്പം തടസ്സം, ബുദ്ധിമുട്ട് നേരിട്ടിരുന്ന മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സുഖാനുഭവം ലഭിക്കുന്ന സമയമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് സുഖാനുഭവം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ലഭിക്കണം. മാനസികമായിട്ട് നിങ്ങളെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും, ബുദ്ധിമുട്ടുകളും ഈശ്വരാനുഗ്രഹം കൊണ്ട് വിട്ടുമാറുകയും മനസ്സിന് സന്തോഷം, സമാധാനം, സുഖം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. അത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ആ ഒരു പ്രതിഫലനം ഉണ്ടാകും. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുക, ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം, സുഖം ലഭിക്കുന്ന സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുന്ന ഒരു കാലവുമാണ്. പൊതുവെ മിഥുനരാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒക്കെ ആ ഒരു നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ നൽകുന്ന തരത്തിലായിരിക്കും. മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾ ഓരോരുത്തരെയും വളരെയധികം സ്വാധീനിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പൂർവികപരമായിട്ട് ലഭിക്കേണ്ട എന്തെങ്കിലും സ്വത്തുവകകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണ്.
സന്താനങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുന്ന സമയം. പ്രത്യേകിച്ചും നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. ഒരുപാട് നാളുകളായി ഈ മിഥുനരാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ വിവാഹ കാര്യങ്ങൾക്ക് നേരിടുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറി, അതല്ലെങ്കിൽ അവരുടെ ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുക. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് അനുയോജ്യമായിട്ടുള്ള മംഗളകരമായ വിവാഹം, ഒരു ജീവിത പങ്കാളി ലഭിക്കുന്ന സമയം, അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന സമയവുമൊക്കെയാണ്. അതുപോലെ തന്നെ സന്താന ഭാഗ്യം ലഭിക്കുന്ന ഒരു കാലവും കൂടിയാണ് ഇത്. അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകൾ മിഥുനരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ പകുതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർത്തിയാക്കാൻ പറ്റും. അത്രയും ഈശ്വരാനുഗ്രഹമാണ് നിങ്ങൾ മിഥുനരാശിക്കാർക്ക് ലഭിക്കുന്നത്. ജീവിതത്തിൽ ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ തരത്തിൽ ഒരു സ്വാധീനം ചെലുത്തും എന്നുള്ളത് പരമമായ സത്യമാണ്. അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ നിങ്ങൾ ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഈ ഒരു സമയത്തിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സമയം നിങ്ങൾ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോവുക. സ്വന്തം ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോ വ്യക്തിയും മനസ്സിലാക്കുക. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾ കന്നിരാശിക്കാർക്ക് അത്രമേൽ സൗഭാഗ്യങ്ങൾ നൽകുന്ന ഒന്നാണ്. കാരണം കന്നി എന്ന് പറയുന്നത് തന്നെ ബുധൻ്റെ രാശിയാണ്. ബുധനാണ് കന്നിരാശിയുടെ അധിപൻ. കന്നി ലഗ്നത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് ലഗ്നാധിപനും. ശുക്രൻ നിങ്ങൾക്ക് ഭാഗ്യാധിപതിയും ധനകാരകനുമായ ഗ്രഹമാണ്. കുടുംബം, വാക്ക്, ധനസ്ഥാനത്തിൻ്റെ അധിപതിയും. നിങ്ങളുടെ ജന്മരാശിയിൽ 1-ാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം. ശുക്രൻ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടമെന്ന് പറയുന്നത് അതിവിശിഷ്ടമായ കാലഘട്ടമാണ്. അതായത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളും, പ്രശ്നങ്ങളും, ജീവിത സങ്കടങ്ങളും വിട്ടൊഴിയുന്ന സമയം എന്ന് പറയാം. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് ഈ ശുക്രൻ്റെ രാശിമാറ്റം സാമ്പത്തികപരമായിട്ടുള്ളൊരു മുന്നേറ്റം, നന്മകൾ നൽകും. ധനപരമായ ഒരു അഭിവൃദ്ധി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരും. ധനം ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ ആ ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം. ധനം ലഭിക്കണമെങ്കിലും ധനം നമ്മുടെ കയ്യിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം ലഭിക്കുന്ന സമയമാണ്. ഒരു സാമ്പത്തിക അഭിവൃദ്ധി, ധനാഭിവൃദ്ധി വന്നു ചേരുന്ന സമയം. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ, അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റംഗങ്ങളുടെ ഇടയിൽ, സഹോദരങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വിട്ടുമാറുക. അഭിപ്രായ വ്യത്യാസങ്ങൾ വിട്ടൊഴിയുക. കുടുംബ ജീവിതത്തിൽ ഒരു സന്തോഷം, സമാധാനം, സുഖം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. സ്വന്തം ബന്ധങ്ങളുമായിട്ടും സഹോദരങ്ങളുമായിട്ടൊക്കെ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ വിട്ടുമാറി ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. മംഗളകാര്യമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിവാഹം നടക്കാം, ഒരു ഗൃഹപ്രവേശം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ വളരെ നല്ല സമയമാണ്. തീർച്ചയായിട്ടും കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ജന്മത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ കഷ്ടനഷ്ടങ്ങൾ വിട്ടൊഴിഞ്ഞ് സുഖം, സന്തോഷം, സംതൃപ്തി നൽകുന്ന അനുഭവങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് എന്ന് തന്നെ പറയാം. ഭാഗ്യാനുഭവം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹം. ഈ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ പല നന്മകളും സാധിക്കുന്ന സമയം. കുറേ കാലങ്ങളായി നല്ല ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ആ ഒരു ഭാഗ്യം കൊണ്ട് നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. ജോലിയിൽ നല്ലൊരു മാറ്റം, ഉയർച്ചയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു സാഹചര്യം, അവസരം ലഭിക്കുക. ചെയ്യുന്ന തൊഴിൽ, ബിസിനസ്സിലൊക്കെ നല്ല നേട്ടങ്ങൾ, നല്ല മാറ്റങ്ങൾ, അഭിവൃദ്ധി വന്നു ചേരുക. അനുയോജ്യമായ മംഗളകരമായ ഒരു ദാമ്പത്യം ലഭിക്കുക. ആരോഗ്യപരമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാവുക. ഇങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു നല്ല മാറ്റം, നല്ല ഭാഗ്യാനുഭവമാണ് നിങ്ങൾ കന്നിരാശിക്കാരെ കാത്തിരിക്കുന്നത്.
അതുപോലെ ഭൂമി, വസ്തു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുക. സ്വന്തമായിട്ടൊരു ഭൂമിയുണ്ട്, അത് വിൽക്കണം, അത് വിറ്റ് കടങ്ങൾ പരിഹരിക്കണം, സാമ്പത്തിക പരാധീനതകൾ മാറണമെന്ന് ആഗ്രഹിച്ച് അതിനായി മുന്നോട്ട് പോയി അതിനുവേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി വന്ന കന്നിരാശിക്കാരെ സംബന്ധിച്ച് അതിന് ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല കാലമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ഭൂമി വിൽക്കുവാനും അതിൽ കൂടെ നിങ്ങൾക്കൊരു ധനവരുമാനം ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവും കൂടിയാണ്. തീർച്ചയായിട്ടും കന്നിരാശിക്കാരായ ഓരോ വ്യക്തികൾക്കും ഈ ഒരു സമയം വളരെയധികം മാറ്റങ്ങൾ, നന്മകൾ, ഗുണഫലങ്ങൾ വന്നു ചേരും. ശുക്രൻ ലൗകിക ജീവിതത്തിൽ അത്രമേൽ ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമാണ്. നിങ്ങൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് പൂർണ്ണ ശുഭനായിട്ടുള്ള ഗ്രഹം, അതും നിങ്ങളുടെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന സമയം ഒരുപാട് നന്മകൾ, ഒരുപാട് നേട്ടങ്ങൾ അനുഭവത്തിൽ വരും. കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ലഭിക്കുന്ന ഗുണാനുഭവങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്ത തരത്തിലായിരിക്കും എന്നുള്ളതാണ് സത്യം. നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഈ ശുക്രൻ്റെ രാശിമാറ്റം വളരെയധികം സ്വാധീനം ചെലുത്തും. പൊതുവെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഒരു മുന്നേറ്റവും കുടുംബ ജീവിതത്തിലും ഒക്കെ നിങ്ങൾക്കൊരു നല്ല മാറ്റം, ഗുണഫലങ്ങൾ ലഭിക്കും. നിങ്ങൾ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന സമയമാണ്. അതൊരു വിദേശ ജോലിയാകട്ടെ, മറ്റെന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാലും അതൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. അത്രമേൽ ഈശ്വരാനുഗ്രഹമുള്ള സമയമാണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ശുക്രദശയാണോ, ശുക്രൻ്റെ അപഹാരമാണോ നടക്കുന്നത്, ശുക്രൻ ജാതകത്തിൽ ശുഭനാണോ പാപനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രൻ്റെ രാശിമാറ്റം സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു ശുക്രരാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തും. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം പൂർണ്ണ ശുഭനാണ്. തുലാം രാശിയിൽപ്പെട്ടവർക്ക് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശുക്രൻ. തുലാം ലഗ്നത്തിൽ ജനിച്ചവരെ സംബന്ധിച്ച് ലഗ്നാധിപനും. അങ്ങനെയുള്ള ശുക്രൻ നിങ്ങൾക്ക് കന്നിയിൽ സഞ്ചരിക്കുന്ന സമയം, കന്നി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 12ാം ഭാവമായിട്ടാണ് വരുന്നത്. അതായത് ചിലവുകൾ കുറിക്കുന്ന ഭാവം, ചിലവുകളെ കുറിക്കുന്ന ഭാവം. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ശുഭചിലവുകൾ നിങ്ങളെ തേടിയെത്തുന്ന സമയം, കാലമാണ്. അതുപോലെ ആഗ്രഹിച്ച യാത്രകൾ, വിദേശ യാത്രകൾ, അതുപോലുള്ള യാത്രകൾക്കുള്ള നേട്ടം, ഇതൊക്കെ അനുഭവത്തിൽ വരുന്ന സമയം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം ശുഭചിലവുകൾ നൽകും. ശുഭചിലവുകൾ എന്ന് പറയുമ്പോൾ ഭൂമിയോഗം, ഗൃഹയോഗം നൽകുന്ന സമയമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് സ്വന്തമായൊരു ഭൂമി വാങ്ങുക, അതൊരു ശുഭചിലവാണ്. ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുക ശുഭചിലവാണ്. ഒരു മംഗളകരമായിട്ടുള്ള വിവാഹം നടക്കുക, അതൊരു ശുഭചിലവാണ്. വണ്ടി വാഹന യോഗം ശുഭചിലവുകളാണ്. വിദേശ യാത്രകൾക്ക് നമ്മൾ പണം മുടക്കുക. വിദേശ യാത്ര എന്ന് പറയുമ്പോൾ അതൊരു ജോലിക്കായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമുക്കൊരു വിദേശ നാട് സന്ദർശിക്കാനുള്ള ഭാഗ്യമാണെങ്കിലും ഇതൊക്കെ ശുഭചിലവുകളിൽ വരുന്ന കാര്യങ്ങളാണ്. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ശുഭചിലവുകൾ വന്നു ചേരും. പലർക്കും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന തീർത്ഥാടന സ്ഥലങ്ങൾ, പുണ്യ സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം ഈ സമയം വന്നു ചേരും. തുലാം രാശിക്കാരെ സംബന്ധിച്ച് വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിക്കാൻ പറ്റുന്ന സമയം. ചിലവുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. അതൊക്കെ ശുഭചിലവുകളായിരിക്കും. ചിലവുകൾ നമുക്ക് ജീവിതത്തിൽ ശുഭചിലവുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? നമുക്ക് സാമ്പത്തിക ഉയർച്ച, സാമ്പത്തിക ഉന്നതി വേണം. നമ്മുടെ കൈകളിൽ പണം, ആ ഒരു ധനം വന്നു ചേർന്നാൽ മാത്രമേ നമുക്കത് ചിലവഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികപരമായിട്ടുള്ള മുന്നേറ്റം, നേട്ടം തീർച്ചയായിട്ടും വന്നു ചേരും. അതുപോലെ ശുഭചിലവുകളുടെ കാലവുമാണ്. പ്രധാനമായിട്ടും തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ പല സൗഭാഗ്യങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുന്ന സമയമാണ്. ഒരുപാട് കാലങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന പല ആഗ്രഹങ്ങളും ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പലരെയും സംബന്ധിച്ച് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. ചിലർക്ക് അവരവരുടെ കർമ്മം, അവരുടെ ബിസിനസ്, ജോലിയിലൊക്കെ ഒരു നല്ല ഉയർച്ച, മാറ്റം ആഗ്രഹിക്കുന്നവരായിരിക്കും. ചിലരെ സംബന്ധിച്ച് നല്ലൊരു വിവാഹ ബന്ധം ലഭിക്കുന്നതിലായിരിക്കും. മറ്റു ചിലർക്ക് മറ്റു പല കാര്യങ്ങളായിരിക്കും. എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന മറഞ്ഞിരിക്കുന്ന അപ്രതീക്ഷിതമായ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന തുലാം രാശിക്കാരാണെങ്കിലും അപ്രതീക്ഷിതമായിട്ടൊരു ധനഭാഗ്യം, ഒരു സമ്പത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം.
ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് തുലാം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. അതാണ് പറഞ്ഞത്, നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ വന്നു ചേരുക. അത് പലതരത്തിലായിരിക്കും ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരിക. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ, അത് നിങ്ങൾ ചെയ്യുന്ന ജോലി, തൊഴിൽ, നിങ്ങളുടെ ബിസിനസ് മേഖലയിലാണെങ്കിലും, കുടുംബ ദാമ്പത്യ ജീവിതമാണെങ്കിലും, വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിലും, ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും, ഒരുപാട് കാലങ്ങളായി പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടി മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ പോലും ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റവും ഒക്കെ നിങ്ങൾക്ക് നൽകും. അത് തുലാം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകൾക്കാണെങ്കിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം, ഒരു നന്മ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഈ സമയം തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോവുക. നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ പരിശ്രമിച്ച് പരാജയപ്പെട്ടു പോയ കാര്യങ്ങൾ വരെ പുനരാരംഭിച്ച് പൂർത്തിയാക്കുവാൻ സാധിക്കും. അത്രമേൽ ഈശ്വരാനുഗ്രഹം ഭാഗ്യമുള്ള ഒരു സമയമാണ്. അതുപോലെ ദീർഘകാലത്തെ ആഗ്രഹം, പുണ്യക്ഷേത്രങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്ദർശിക്കുവാനുള്ള ഭാഗ്യവും അന്യദേശവാസം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയവുമാണ്. അതായത് ഒരുപാട് കാലങ്ങളായി വിദേശത്തൊരു ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ വിട്ടുമാറി പൂർണ്ണമായും വിദേശ ജോലി ഭാഗ്യം, സൗഭാഗ്യം ലഭിക്കുന്ന സമയം. തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ സമയം ജാതകപ്രകാരം ശുക്രദശയാണോ, ശുക്രൻ്റെ അപഹാരമാണോ, ശുക്രൻ്റെ ജാതകത്തിലെ സ്ഥിതി, ഭാവമൊക്കെ മനസ്സിലാക്കി സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശുക്രരാശി മാറ്റം സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നന്മകളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഈ ശുക്രരാശി മാറ്റം വളരെയധികം നേട്ടങ്ങൾ നൽകുന്ന ഒന്നാണ്. പൊതുവെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ഒരു പാപഗ്രഹമാണ്. അപ്പോൾ ശുക്രൻ രാശി മാറുമ്പോൾ പൊതുവെ വൃശ്ചികം രാശിക്കാർക്ക് അത്ര നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ ഒരു ശുക്രരാശി മാറ്റത്തിന് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ശുക്രൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ്. 11ാം ഭാവമാണ് സർവാഭീഷ്ട സ്ഥാനം, ഉപജയസ്ഥാനങ്ങളിലെ സർവ്വശ്രേഷ്ഠമായ സ്ഥാനം. ഈ സ്ഥാനങ്ങളിൽ ഒരു രാശിക്ക് പാപനായിട്ടുള്ള ഗ്രഹം സഞ്ചരിക്കുന്ന കാലം, ആ സമയം ആ ഗ്രഹത്തിൻ്റെ പാപത്വം നഷ്ടപ്പെട്ട് ആ ഗ്രഹം നൽകേണ്ട പാപഫലത്തിന് നേർവിപരീതമായിട്ട് ശുഭഫലങ്ങൾ നൽകുന്ന അവസ്ഥ വന്നു ചേരും. വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോ നക്ഷത്രജാതകനെയും സംബന്ധിച്ച് ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ നൽകുന്ന ഒരനുഭവം നിങ്ങൾക്ക് വന്നു ചേരും. 11ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, മാറ്റങ്ങളാണ് അനുഭവത്തിൽ വരിക. നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും, ലൗകിക ജീവിതത്തിലെ പല കാര്യങ്ങളും സാധിക്കുന്ന അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വൃശ്ചികം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, സ്വന്തമായി ഒരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങൾ ലാഭം അല്ലെങ്കിൽ സമ്പാദ്യം എന്നൊരു വാക്ക് കേട്ട് കാണാനുള്ള സാധ്യതയില്ല. പലർക്കും വരവിനേക്കാട്ടിൽ കൂടുതൽ ചിലവുകൾ, അതുപോലെ ഒരു സേവിങ്സിന്, സമ്പാദ്യത്തിനുള്ള ഒരു അവസരമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കുന്ന സമയവും, നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച, ഒരു നേട്ടം വരികയും നിങ്ങൾക്കും ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം അനുഭവത്തിൽ വരുന്നത്, അതായത് ചിലവുകൾ നിങ്ങൾക്ക് കുറഞ്ഞ് നിങ്ങൾ അധ്വാനിക്കുന്ന പണം നിങ്ങൾക്ക് സ്വരൂപിക്കാൻ, നിങ്ങൾക്കൊരു സമ്പാദ്യമാക്കി മാറ്റാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ്. നിങ്ങൾക്കൊരു ലാഭം, നിങ്ങളുടെ അനാവശ്യ ചിലവുകൾ, പാഴ്ചിലവുകൾ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കും ഒരു ധനലാഭം, ധനവരവ് ലഭിക്കുന്ന സമയം. പൊതുവെ ഈ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ മാറ്റുകയും നിങ്ങളുടെ ജീവിതത്തിലൊരു സന്തോഷം, സമാധാനം, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയവുമാണ്. അതുപോലെ വൃശ്ചികം രാശിക്കാരെ പറ്റി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ആരൊക്കെയാണോ അവരുടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വേർപിരിവുകളോ അങ്ങനെയുള്ള ഒരു അവസ്ഥയുമായിട്ട് മുന്നോട്ട് പോകുന്നത്, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുകയും പലതും പരസ്പരം സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രജാതകരെ സംബന്ധിച്ച് വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സം, കാലതാമസം, ബുദ്ധിമുട്ട് വിട്ടുമാറുകയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അനുയോജ്യമായിട്ടുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിച്ച് നല്ലൊരു ദാമ്പത്യ
വിവാഹ ജീവിതം അനുഭവത്തിൽ വരുന്ന സമയവുമാണ്. എടുത്തു പറയാനായിട്ട് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ചിലവുകൾ, മംഗളകരമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരും. വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കുന്ന സമയമാണ്. അതുപോലെ ഗൃഹനിർമ്മാണത്തിന് ഉള്ള ഒരു കാലമാണ്. ഗൃഹപ്രവേശം പോലെയുള്ള ശുഭകാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയം. പൊതുവെ നിങ്ങൾ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് യാത്രകളിൽ കൂടെയൊക്കെ ഒരു നേട്ടം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ വിദേശത്ത് ഒരു ജോലി സംബന്ധമായിട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനു മുൻപേ ആ വിദേശ ജോലിക്കൊക്കെ ശ്രമിച്ച് ഒരുപാട് കാലങ്ങളായി കാത്തിരിക്കുന്നവരോ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വിദേശ ജോലി, വിദേശവാസം ഇതിന് സമയം വളരെ വളരെ അനുകൂലമാണ്. ഒരുപാട് മംഗളകരമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള ചിലവുകൾ വന്നു ചേരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനവരവും ഉണ്ടാകും, അതുപോലെ ധനച്ചിലവും വന്നു ചേരും. പണം വരുന്നതിനനുസരിച്ച് തന്നെ ചിലവും തീർച്ചയായിട്ടും വരും. പക്ഷെ നിങ്ങൾക്ക് ചിലവുകളെന്ന് പറയുമ്പോൾ അത് മംഗളകരമായ ശുഭകരമായ ചിലവുകളായിട്ട് മാറും എന്നുള്ളതാണ് വാസ്തവം. പൊതുവെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ശുക്രൻ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഈ കാലം അത്രമേൽ നേട്ടങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ലൗകിക ജീവിതത്തിൽ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിനാണ് ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുക. ആ ശുക്രൻ നല്ല ഭാവത്തിൽ രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരുടെ ലൗകിക ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വിട്ടുമാറി ലൗകിക ജീവിതത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾ, അത് ദാമ്പത്യ സുഖമാണെങ്കിലും അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുകയും മനസ്സിനും ശരീരത്തിനും സന്തോഷം, സുഖം, സമാധാനം നൽകുന്ന നല്ല അനുഭവങ്ങളാണ് ശുക്രൻ നൽകുക. ഈ ഒരു സമയത്തെ വൃശ്ചികം രാശിക്കാരായ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകപ്രകാരം ശുക്രദശ നടക്കുന്നവരുണ്ടോ, ശുക്രൻ ശുഭനാണോ പാവനാണോ എന്നൊക്കെ മനസ്സിലാക്കുക. ഈ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ജനിച്ച നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ലഗ്നം വ്യത്യാസപ്പെട്ടിരിക്കും. പലതരത്തിലുള്ള ദശാകാലഘട്ടങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്നത്. സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ ഭാഗ്യങ്ങളും നന്മകളും ഈ ഒരു ശുക്രരാശി മാറ്റം നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ശുക്രരാശി മാറ്റം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ കാലമാണ് എന്ന് തന്നെ പറയാം. കാരണം ശുക്രൻ നിങ്ങൾക്ക് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. അതും ബുധൻ്റെ രാശിയായ കന്നി രാശിയിൽ. ബുധൻ എന്ന് പറയുന്ന ഗ്രഹമാണ് മകരം രാശിക്കാർക്ക് ഭാഗ്യാധിപതി, ഭാഗ്യം നൽകുന്ന ഗ്രഹം. ആ ഭാഗ്യം നൽകുന്ന ഗ്രഹത്തിൻ്റെ രാശിയിലാണ് നിങ്ങൾക്ക് ശുക്രൻ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 25 മുതൽ ശുക്രൻ കന്നിരാശിയിൽ സഞ്ചരിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വന്നു തുടങ്ങും. ഒരുപാട് കാലങ്ങളായി 7ാം ശനി മൂലം കഷ്ടപ്പാട്, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്ന മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ നൽകുന്ന തരത്തിലാണ് ഈ ശുക്രരാശി മാറ്റം പലർക്കും അനുഭവത്തിൽ വരിക. പ്രധാനമായിട്ടും മകരം രാശിക്കാർ ആരൊക്കെയാണോ ചെയ്യുന്ന ജോലി, തൊഴിൽ, ബിസിനസ് മുഖാന്തരം കഷ്ടത, ബുദ്ധിമുട്ട്, ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് നൽകുന്നത്. കാരണം ശുക്രൻ നിങ്ങളുടെ കർമ്മത്തിൻ്റെ അധിപതിയാണ്. കർമ്മസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ശുക്രൻ നിങ്ങൾക്ക് പൂർണ്ണ ശുഭനാണ്. ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിങ്ങളുടെ ഭാഗ്യാധിപതിയായ ബുധൻ്റെ രാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്ന കാലം ചെയ്യുന്ന ജോലി, തൊഴിൽ, കർമ്മത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഉയരാൻ സാധിക്കുക. ആ കർമ്മത്തിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും വിട്ടുമാറുന്ന സമയമാണ്. ഈ ഒരു സമയം ആഗ്രഹിച്ച പോലെ അവരവർ ചെയ്യുന്ന ജോലിയിൽ ആഗ്രഹിച്ച പദവി ഉയർച്ച, സ്ഥാനമാറ്റം, പദവി മാറ്റം ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. വിദേശ ജോലി ഭാഗ്യം. വിദേശത്ത് ജോലി ചെയ്യുന്ന മകരം രാശിക്കാർക്ക് നിങ്ങളുടെ കർമ്മസംബന്ധമായിട്ട് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറുക. മുടങ്ങിക്കിടന്നിരുന്ന നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം. വിദേശ ജോലിക്ക് കാത്തിരിക്കുന്നവർക്കും വളരെ ഉത്തമം. കർമ്മസംബന്ധമായിട്ട് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുമാറുകയും കർമ്മസംബന്ധമായിട്ട് ഉയരാൻ പറ്റുന്ന സമയവുമാണ്. ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹം വളരെ നല്ല രീതിയിൽ ലഭിക്കും. ജീവിതത്തിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും വിട്ടുമാറും. അത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ, രോഗദുരിതങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരെ സംബന്ധിച്ച് അതിലൊക്കെ വളരെ നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും.
ഏഴരശനി മൂലം ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന തരത്തിലാണ് ഈ ശുക്രരാശി മാറ്റം മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. പ്രത്യേകിച്ച് ഭൂമി, സ്വത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുക, സ്വന്തമായി ഭൂമി ലഭിക്കുവാനുള്ള ഭാഗ്യം, ഗൃഹനിർമ്മാണത്തിനുള്ള ഭാഗ്യം, യോഗം, ഇതൊക്കെ ലഭിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ മകരം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മാതാവിൽ നിന്നോ പിതാവിൽ നിന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും നന്മകൾ ലഭിക്കാനുണ്ടെങ്കിൽ അത് തടസ്സപ്പെട്ട് നിൽക്കുന്ന നന്മകളാണെങ്കിൽ പോലും ആ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി പൂർവിക വഴി ലഭിക്കേണ്ട എല്ലാ നന്മകളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ സന്താന ഭാഗ്യം, മകരം രാശിയിൽപ്പെട്ട ദമ്പതികളെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ സന്താന ഭാഗ്യം ഈശ്വരൻ നൽകുന്ന സമയവും കൂടിയാണ് ഇത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും സ്വന്തം കുട്ടികളെ സംബന്ധിച്ച് അവരുടെ വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ വിട്ടുമാറുക, അവർക്ക് നല്ല അനുയോജ്യമായ മംഗളകരമായ വിവാഹം നടക്കുന്ന സമയവും കൂടിയാണ് ഇത്. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ വന്നു ചേരുന്ന സമയം, അവരവരുടെ കുട്ടികളെ കൊണ്ട്, സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച നന്മ, മനസ്സുഖം, സന്തോഷം, സമാധാനം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയവുമാണ്. അതുപോലെ തന്നെ മകരം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും വിട്ടുമാറും, വിവാഹത്തിലുണ്ടായിരുന്ന തടസ്സങ്ങളും പൂർണ്ണമായി മാറുന്ന സമയം. ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ ശുഭനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. അത്രമേൽ ഗുണാനുഭവങ്ങൾ, അത്രമേൽ നന്മകളാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, സാമ്പത്തിക അഭിവൃദ്ധി, പുരോഗതി, ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രത്തിൽ ജനിച്ച ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തീരുന്നതല്ല. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണ്. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ, കടബാധ്യതകൾ, രോഗദുരിതങ്ങൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, നല്ല നിലയിൽ നിന്നും വളരെ മോശപ്പെട്ട നിലയിലേക്ക് ജീവിത സാഹചര്യം മാറിയ അവസ്ഥ, വിശ്വസിച്ചിരുന്ന വ്യക്തികളൊക്കെ നമ്മളെ കബളിപ്പിച്ച അല്ലെങ്കിൽ അവരിൽ നിന്ന് മോശപ്പെട്ട അനുഭവമൊക്കെ ലഭിച്ച അവസ്ഥ, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഓരോ വ്യക്തികളും ഓരോ തരത്തിലാണ് അനുഭവിച്ചിട്ടുള്ളത്. ആ മനപ്രയാസങ്ങൾ, ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുമുള്ളൊരു മാറ്റമാണ് ശുക്രരാശി മാറ്റം നൽകുന്നത്. പതുക്കെ പതുക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച് വന്ന ദുഃഖ ദുരിതങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഈശ്വരൻ നൽകുന്ന ഒരു നല്ല സമയം, കാലത്തിൻ്റെ ആരംഭമായിട്ട് ഇതിനെ കരുതാം. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം നോക്കി, ജാതക വച്ചുള്ള ശുക്രദശ നടക്കുന്നവരുണ്ടോ, ശുക്രൻ്റെ അപഹാരം നടക്കുന്നവരുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കി ഒരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നു ചേരും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആ ഭദ്രകാളിയമ്മ നിങ്ങൾ ഓരോരുത്തർക്കും ഈ ശുക്രരാശിമാറ്റം മൂലം സർവ്വ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും നന്മകളും നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ വലിയ ഒരു വഴിത്തിരിവിൻ്റെ കാലം, സമയമാണ് ഈ ശുക്രരാശി മാറ്റമെന്ന് പറയാം. ശുക്രൻ നിങ്ങൾക്ക് 8ാം ഭാവമായ അഷ്ടമസ്ഥാനത്തിലേക്ക് വരുന്ന സമയമാണ്. അഷ്ടമം എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് അല്ലെങ്കിൽ ദോഷങ്ങൾ മാത്രം നൽകുന്നൊരു ഭാവമല്ല. അഷ്ടമമെന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന ഗുണഫലങ്ങൾ, ശുഭഫലങ്ങൾ, നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല നന്മകൾ വന്നു ചേരുന്ന ഒരു ഭാവവും കൂടിയാണ്. ആ ഭാവത്തിൻ്റെ നന്മകൾ ഓരോ രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് അനുഭവത്തിൽ വരണമെങ്കിൽ ആ രാശിക്കാർക്ക് ശുഭനായിട്ടുള്ള ഗ്രഹം ആ അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കണം. ശുക്രൻ നിങ്ങളെ സംബന്ധിച്ച് പൂർണ്ണ ശുഭനാണ്. ആ പൂർണ്ണ ശുഭനായിട്ടുള്ള ശുക്രൻ നിങ്ങൾക്ക് ബുധൻ്റെ രാശിയായ കന്നിയിൽ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറാൻ പറ്റുന്ന കാലഘട്ടമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ വന്നു ചേരും. നിങ്ങൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ച് 7ര ശനി നടക്കുന്നു. 7ര ശനിയിലെ ജന്മശനി കാലഘട്ടമാണ്. ജന്മശനി ദോഷം നവംബർ 15 വരെ ശനി വക്രത്തിലായതുകൊണ്ട് മാറി നിൽക്കുന്നു. ഈ ഒരു 7ര ശനി കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ് കുംഭം രാശിയിൽപ്പെട്ട പലരും. അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഗുണാനുഭവം, ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. ഈ ഒരു ശുക്രരാശി മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു അടിത്തറയാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങൾക്കും
അത്രമേൽ ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും കുംഭം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ കർമ്മസംബന്ധം, ജോലി സംബന്ധമായിട്ടുള്ള പ്രതിസന്ധികൾ, സമ്മർദ്ദങ്ങൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, അതായത് ജോലി ഇല്ലാതിരിക്കുന്ന വ്യക്തികളുണ്ടാകാം, ഒരു ഏഴരശനി തുടങ്ങി അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയിൽ നിന്ന് ആഗ്രഹിക്കാത്ത ഇടത്തേക്കൊരു സ്ഥാനമാറ്റമോ ഒരു സ്ഥാനചലനമോ ഒക്കെ ലഭിച്ച് അതുമൂലം വിഷമിക്കുന്നവർ, സ്വന്തമായിട്ടൊരു ബിസിനസ്, തൊഴിലൊക്കെ നല്ലതുപോലെ ചെയ്ത് മുന്നോട്ട് വന്ന് പെട്ടെന്ന് ഏഴരശനി കൂടെ കടന്നു വന്നപ്പോൾ ബിസിനസ്സിലും ഒക്കെ വലിയ തരത്തിലുള്ള ഒരു താഴ്ച അനുഭവത്തിൽ വരിക, ഒരു സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ, കടബാധ്യതകൾ എത്തിച്ചേരുക, ഇങ്ങനെ കർമ്മസംബന്ധമായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന കുംഭം രാശിക്കാരെ സംബന്ധിച്ച് ഒരു ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ലഭിച്ചിരിക്കുന്ന അവസ്ഥ. ചിലരെ സംബന്ധിച്ച് ഒരു വിദേശ ജോലി ആഗ്രഹിച്ച് അവിടെ ചെന്ന് ഒരു ജോലി ലഭിക്കാതെ തന്നെ ഒരല്പം ബുദ്ധിമുട്ടൊക്കെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന അനുഭവമൊക്കെ പലർക്കുമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ കർമ്മത്തിൽ, അവരവരുടെ ബിസിനസ്സിലൊക്കെ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, ഒരു ഗുണഫലങ്ങൾ, ഈ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഒരു അടിത്തറയാണ് എന്ന് പറയാം. നിങ്ങളെ ഒന്ന് പിടിച്ചു നിർത്തുന്ന, മുന്നോട്ട് നിങ്ങളെ ജീവിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ഒരു ഈശ്വരാനുഗ്രഹം, നന്മകൾ വന്നു ചേരും. കർമ്മസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയത്തിൻ്റെ, കാലത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ തന്നെ സുഖാനുഭവങ്ങൾ, നന്മകൾ, ശാരീരികപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുംഭം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി ആരോഗ്യപരമായൊരു മുന്നേറ്റം, ശരീരത്തിലൊരു പുത്തൻ ഉണർവ്, ഉന്മേഷം, ആരോഗ്യം വന്നു ചേരുന്ന സമയമാണ്. മനസ്സിന് തന്നെ ഒരു സുഖം, സന്തോഷം, സമാധാനം ലഭിക്കും. അതുപോലെ ഭൂമി സംബന്ധം ആയിട്ടുള്ള, ഗൃഹസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുക. കുംഭം രാശിയിൽപ്പെട്ട പലരും ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ച് ഗൃഹനിർമ്മാണം ആരംഭിച്ച് പകുതി വഴിയിൽ മുടങ്ങിപ്പോയ അവസ്ഥ പലർക്കുമുണ്ട്. അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത സാമ്പത്തിക പ്രതിസന്ധി, മറ്റു കാര്യങ്ങൾ, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ തക്ക തരത്തിലുള്ള ഒരു സാമ്പത്തികം, ഒരു ധനം, ഒരു പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അനുഭവം തീർച്ചയായിട്ടും ഉണ്ടാകും. പൊതുവേ ഈ ഒരു ശുക്രൻ്റെ രാശിമാറ്റം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അപ്രതീക്ഷിതമായിട്ട് മറഞ്ഞിരിക്കുന്ന പല ഗുണാനുഭവങ്ങളും, നന്മകളും വന്നു ചേരും. അത് പലർക്കും പലതരത്തിലായിരിക്കും. ചെയ്യുന്ന കർമ്മത്തിൽ കൂടെയുള്ള മാറ്റം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടൊരു ധനവരവ്, ആരെങ്കിലും മുഖാന്തരം നിങ്ങളിലേക്കൊരു പണം വന്നു ചേർന്ന് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രതിസന്ധികൾ അങ്ങനെയൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന നല്ല സമയം, നല്ല കാലമാണ്. ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് നന്മകൾ കുംഭം രാശിയിൽപ്പെട്ടവർക്കുണ്ടാകും. പ്രത്യേകിച്ച് കുടുംബ ദാമ്പത്യ ജീവിതത്തിൽ ഏഴരശനി മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് കുടുംബ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വിട്ടുമാറുക, അതുപോലെ വിവാഹ കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സം പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മംഗല്യ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയവുമാണ്. ഈയൊരു കാലം, ശുക്രൻ രാശി മാറുന്ന സമയം, കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച്, അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബ ദാമ്പത്യ ജീവിതത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് നന്മകളാണ് നൽകുന്നത്. ഈ സമയം കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് നിങ്ങൾക്ക് ശുക്രൻ ശുഭനാണോ പാപനാണോ, അതല്ലെങ്കിൽ ശുക്രദശയാണോ നടക്കുന്നത്, ശുക്രൻ്റെ അപഹാരമാണോ എന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് ജാതകപ്രകാരം ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഈ ശുക്രൻ്റെ രാശിമാറ്റം നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.